നമുക്ക് നോക്കാം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അതിനായി അവരുടെ മുഖം മനസ്സിലോർത്ത് അവരുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. പോസിറ്റീവ് മാത്രം സ്വീകരിക്കുക. ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്നും പോയതിനു ശേഷം അവർ ആഗ്രഹിച്ചതൊക്കെ അവിടെ നേടിയെടുത്തതായി കാണുന്നു. അവരുടെ കരിയർ, അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ അവർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കടന്നു വരുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ സന്തോഷത്തിനിടയിൽ അവർ നിങ്ങളെ ഓർത്ത് വളരെയധികം വേദനിക്കുന്നു. ഒരുപക്ഷെ ഒരുപാട് നാളുകളായി നിങ്ങൾ മാറി നിൽക്കുകയായിരിക്കാം. അവരുടെ ഈ സന്തോഷം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഇല്ലല്ലോ എന്നോർത്ത് അവർ വേദനിക്കുന്നു. കാരണം നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇല്ലല്ലോ എന്നോർത്തായിരിക്കാം അവർ ഇപ്പോൾ വേദനിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. അവരുടെ വിഷമം അവർക്ക് ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഉള്ളിൽ അവർക്ക് വളരെയധികം വേദന ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും അവർക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല. അവർക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിനകത്ത് അവർ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ചിലർ ഇവിടെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുന്നതായും കാണുന്നുണ്ട്. ചിലർക്ക് അവർ കൺട്രോൾ ചെയ്തിട്ടും കഴിയാത്ത ഒരു അഡിക്ഷൻ ഉള്ളതായും ഇവിടെ കാണുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥയാണ്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അവർ ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ടും അവർക്ക് വേദനയാണ്. നിങ്ങളിലേക്ക് വരണമെന്ന് ചിന്തിക്കുമ്പോഴൊക്കെ അവർ ചെയ്തു പോയ തെറ്റിനെ ഓർത്താണ് പുറകിലോട്ട് മാറുന്നത്. ചിലർക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയാത്തത് ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങളിലേക്ക് വരണമെന്ന് ചിന്തിക്കുമ്പോഴൊക്കെ ഒരു തടസ്സം അവിടെ നേരിടുന്നു. നിങ്ങളുടെ ഉണ്ടായിരുന്ന സമയത്തും ആ വ്യക്തി സമ്പത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെക്കാളും മുൻഗണന കൊടുത്തിട്ടുള്ളതായി കാണുന്നുണ്ട്. അവർ അവരുടെ സന്തോഷത്തിന് മാത്രം മുൻഗണന കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്തൊക്കെ ഓർത്തിട്ടുണ്ട് ഇതൊക്കെ നേടിയെടുക്കുമ്പോൾ അവർ വളരെ സന്തോഷത്തിലായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അവർക്ക് അതൊന്നും നേടിയിട്ടും സന്തോഷം കിട്ടുന്നില്ല. ഇതൊക്കെ നേടിയിട്ടും അവർക്കൊരു കുറ്റബോധം, മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമം, ഇതൊക്കെ അവിടെ നേരിടുന്നുണ്ട്. ഇപ്പോൾ അവർ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോടെല്ലാം തുറന്ന് സംസാരിക്കണമെന്നൊക്കെ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അവരുടെ ലൈഫിൽ ഇപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി നല്ലൊരു സന്തോഷത്തോടെയുള്ള ഒരു ലൈഫ് തന്നെയാണ് ഇപ്പോൾ അവരുടെ ലൈഫ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. മുമ്പ് സാമ്പത്തികമായിട്ട് അവർ വളരെയധികം സ്റ്റക്നെസ് അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർ മാനസികമായിട്ട് വളരെയധികം തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് തന്നെയാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ തടസ്സങ്ങളൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങളോടത് അവർ കാണിക്കുന്നില്ല. എന്നാലും അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്. നിങ്ങളെ അവർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടുള്ള ഇഷ്ടം അവരിപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാനസികമായിട്ട് അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ഒരു സോൾ കണക്ഷനൊക്കെ. പക്ഷെ അവർ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരോടും അവർക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ. ഒരുപക്ഷെ അവരുടെ മനസ്സിലെന്താണ് നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ നോക്കുമ്പോൾ അവർക്കൊരു വികാരവുമില്ലാത്ത ഒന്നിലും ശ്രദ്ധിക്കാതെ, നിങ്ങളെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. പുറമേ കാണിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളെ വളരെയധികം അവർ സ്നേഹിക്കുന്നുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും ആർക്ക് വേണ്ടിയും ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ അവർക്കുണ്ട്. എന്നിരുന്നാലും അവർ വീണ്ടും വീണ്ടും എന്തിനെയോ ഭയന്ന് ചിന്തിക്കുന്നതായും ഇവിടെ കാണുന്നു. അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഭയം ഒരുപക്ഷെ ഇപ്പോൾ അവരുടെ കൂടെയുള്ള ആ വ്യക്തിയെ ആയിരിക്കാം. ഇപ്പോഴുള്ള ആ സ്റ്റക്നെസ്സൊക്കെ അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. കാരണം അവർ നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു. അവരുടെ ഈ ലൈഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്.
ഒരുപക്ഷെ അവരുടെ സാഹചര്യം കൊണ്ടാവാം നിങ്ങളിൽ നിന്ന് അവർക്ക് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നത്. നിങ്ങളിലേക്ക് വരണം, എന്തു തന്നെയായാലും ഒരു തീരുമാനമെടുക്കണമെന്ന് നമുക്ക് ചിന്തിക്കുമെങ്കിലും അവർ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങളിലേക്ക് വരാൻ കഴിയുമോ എന്ന് ഭയവുമുണ്ട്. അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കാം നിങ്ങളിലേക്ക് അവർ വന്നത്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുകയാണ് യൂണിവേഴ്സാണ് നിങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചതെന്ന്. എന്തായാലും നിങ്ങൾ തമ്മിൽ ചേരേണ്ടവർ തന്നെയാണെന്ന് അവർ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് വരാൻ ഒത്തിരി പ്രോബ്ലംസൊക്കെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അതവരെ പുറകിലോട്ട് വലിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ അത്രയും സ്ട്രോങ് തന്നെയാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവർ കൂടെ ഉണ്ടായിരുന്ന സമയം നിങ്ങൾ അവർക്ക് വേണ്ടി ഒത്തിരി സമയം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ അവരെ വളരെയധികം സഹായിച്ചിട്ടുമുണ്ട്. അവർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ ലോകം അവർ മാത്രമായിരുന്നു. അവരിപ്പോൾ അതൊക്കെ ആലോചിക്കുന്നുണ്ട്. വളരെ കാലമായി നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര അധികം മിസ്സിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്നപ്പോഴുള്ള സന്തോഷങ്ങളൊക്കെ അവർ ഓർക്കുന്നു. അതൊക്കെ അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും അവർക്കിപ്പോൾ നിങ്ങൾ വേണമെന്ന് തന്നെയാണ്. അതിനായി അവർ വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഇനി കുറച്ച് ക്ലൂസ് നോക്കാം. ലെറ്റർ ടി പാലക്കാട്, ലെറ്റർ എസ് തിരുവനന്തപുരം, തിരുവാതിര, ഉത്രാടം, 1987, 1989, 37, ആർ അശ്വതി, 1995, 11/11, ജൂൺ 2001, ബ്രദേഴ്സ് 1981, തമിഴ്നാടു, സെപ്റ്റംബർ, കോഴിക്കോട്, ചീറ്റിംഗ്, കോട്ടയം, ലെറ്റർ ഐ പാരൻസ്, കൊല്ലം, സെപ്പറേഷൻ മെയ്, വയനാട് 39, എ 333, മാർച്ച് മന്ത് 1997, ക്യൂ ഇ 2003, 22, 38, 42, Z 1992, ചങ്ങനാശ്ശേരി, എച്ച് വൈറ്റ് ഫെദേഴ്സ് 1010, കോട്ടയം, ആയില്യം 7, കെ ഒ, ആലുവ, ജി 1147, അബ്രോഡ്, ബിസിനസ്, IT, ടീച്ചർ, ഏജ് ഡിഫറൻറ്റ്, ലോങ് ഡിസ്റ്റൻസ്, കുട്ടികൾ, ഫാമിലി,